ഹലോ! ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് തമിഴിൽ നിന്നും ഇറങ്ങിയ ഏറ്റവും മികച്ച ഒരു മിസ്റ്ററി ത്രില്ലർ വെബ് സീരീസിനെ കുറിച്ചാണ്. 'വദന്തി ദ ഫേബിൾ ഓഫ് ഫെലോണി' എന്നാണ് ഈ സീരീസിന്റെ പേര്. കന്യാകുമാരിയിലെ ഒരു മനോഹരമായ കാറ്റാടിയന്ത്ര പാടത്ത് മുഖം വികൃതമാക്കപ്പെട്ട നിലയിൽ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. വെറുമൊരു കൊലപാതക അന്വേഷണത്തിനപ്പുറം മനുഷ്യരുടെ ഇരട്ടത്താപ്പും സോഷ്യൽ മീഡിയ കാലത്തെ വ്യാജ വാർത്തകളുടെ ഭീകരതയും തുറന്നുകാട്ടുന്ന സീരീസാണ് 'വദന്തി'. ഒരു നാടിനെ മുഴുവനും നടുക്കിയ കൊലപാതകത്തിന് പിന്നിൽ ആരാണ്? വെലോണി എന്ന പെൺകുട്ടിയുടെ മരണത്തോടെ എന്തെല്ലാമാണ് സംഭവിച്ചതെന്നും ശരിക്കും ആ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്നും നമുക്ക് ഈ സീരീസിലൂടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് സീരീസിലോട്ട് പോവാം. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു റൈറ്ററിനെയാണ്. ഇതൊരു യഥാർത്ഥ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ടൈപ്പ് ചെയ്യുന്നത്. പിന്നീടൊരു വിൻമില്ല് കാണിക്കുന്നു. ആ സ്ഥലം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടാണ് കാണിക്കുന്നത്. അവിടെ നല്ലപോലെ അഴുകിയ ഒരു ബോഡി ഡയറക്ടറും അസിസ്റ്റന്റും കാണുന്നു. ആദ്യം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡമ്മി ബോഡി ആയിട്ടാണ് കരുതുന്നത്. എന്നാൽ അത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു മൃതദേഹം തന്നെയായിരുന്നു. അവിടേക്ക് നായികയുടെ അസിസ്റ്റന്റ് വരികയും നായികയെ ഇന്നലെ മുതൽ കാണാനില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് എല്ലാവരും കൂടി ആ മൃതദേഹത്തിലേക്ക് നോക്കുന്നു. മുഖം വികൃതമാകും വിധം അഴുകിയിരുന്നു. മുഖം കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നായികയെ കാണാത്തതുകൊണ്ട് അത് നായികയുടെ ബോഡിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പിന്നീട് പോലീസും മീഡിയാസും അവിടെ എത്തുന്നുണ്ട്. പിന്നീട് TV ന്യൂസിലെല്ലാം നായികയുടെ കൊലപാതകം എന്ന രീതിയിൽ ന്യൂസ് വരുന്നു. എന്നാൽ ന്യൂസ് വന്നതിന് ശേഷം ഇത് കണ്ട നായിക ഡയറക്ടറിനെ വിളിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ കാരണമാണ് താൻ മാറി നിന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ ന്യൂസ് കൊടുത്തത് നീയായിരിക്കും, നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നും പറയുന്നു. പിന്നീട് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്തേക്ക് പോലീസ് പോകുന്നുണ്ട്. ഈ പെൺകുട്ടി മരിച്ചിട്ട് 3 ദിവസമായി എന്നും കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നും 19 അല്ലെങ്കിൽ 20 വയസ്സുണ്ടാകുമെന്നും ഡോക്ടർ പോലീസിനോട് പറയുന്നുണ്ട്. പിന്നീട് ഒരു ഫേസ് സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിച്ച് ഫേസ് സ്കെച്ച് ചെയ്യിക്കുന്നു. ഈ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരു ബേക്കിംഗ് റൂമിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. ഇവളുടെ പേരാണ് വെലോണി. മനോഹരിയായ ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയാണ് ഇവൾ. പെട്ടെന്ന് ജനലിലൂടെ ഒരാൾ നിൽക്കുന്നത് കാണുന്നു. കതക് തുറക്ക് എന്ന് പറഞ്ഞ് അയാൾ കതകിൽ ഒരുപാട് തവണ തട്ടുന്നുണ്ട്. പെട്ടെന്ന് വെലോണി ആ ജനൽ അടയ്ക്കുന്നു. പിന്നീട് പിറ്റേന്നാണ് കാണിക്കുന്നത്. കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന വെലോണിയോട് ആ പയ്യൻ വന്ന് സോറി പറയുന്നു. ഇന്നലെ കുടിച്ചത് കുറച്ച് ഓവറായി പോയി എന്ന് പറയുന്നു. ഇവന്റെ പേരാണ് വിഘ്നേഷ്. വെലോണിയുടെ അമ്മ റൂബി വെലോണിയെ വഴക്കു പറയുന്നുണ്ട്. കാരണം വിഘ്നേഷുമായി വെലോണിയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് റൂബി. എന്നാൽ വെലോണിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അത്. റൂബി ഒരു ലോഡ്ജ് നടത്തുവാണ്. വെലോണിയെ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് പേർ അവിടെ താമസിക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഫേസ് സ്കെച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പിന്നീട് ആ പിക്ചർ ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്നുണ്ട്. ആ ന്യൂസ് കണ്ട് വെലോണിയെ തിരിച്ചറിയുകയും ഇത് വെലോണിയാണെന്നുള്ള ഇൻഫോർമേഷൻ പോലീസിന് അയാൾ കൊടുക്കുകയും ചെയ്യുന്നു. പോലീസ് റൂബിയെ അറിയിക്കുന്നുണ്ട്. റൂബിയും വിഘ്നേഷും വന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്യുകയും വെലോണിയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് വിഘ്നേഷിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. 3 ദിവസം മുമ്പ് ആന്റിയുടെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വെലോണി വീട്ടിൽ നിന്ന് പോയതെന്നും ഈവനിങ് ഇത് ചെയ്യാനായി വരണമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം ഞാൻ ഒരുപാട് കുടിച്ചതിനാൽ പോകാൻ സാധിച്ചില്ല എന്നും പിറ്റേന്ന് വിളിക്കാനായി അവിടേക്ക് ചെന്നപ്പോൾ അവൾ അവിടെ ചെന്നിട്ടില്ല എന്നാണ് അവളുടെ ആന്റി പറഞ്ഞതെന്നും പറയുന്നു. 3 ദിവസം കഴിഞ്ഞിട്ടും പോലീസിനെ അറിയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ 1 വർഷം മുമ്പ് ഇതുപോലെ അവൾ വീട്ടിൽ നിന്ന് പോയിരുന്നു എന്നും എന്നാൽ 2 ദിവസം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നിരുന്നു എന്നും പറയുന്നു. വിഘ്നേഷിനെ പോലീസിന് സംശയം തോന്നുന്നുണ്ട്. പിന്നീട് വെലോണിയുടെ ചടങ്ങ് നടക്കുന്ന സമയം പോലീസ് അവിടെ എത്തി വെലോണി കാണാൻ പോയ ആന്റിയോട് സംസാരിക്കുന്നു. അപ്പോഴാണ് ആന്റി പറയുന്നത് വെലോണി വീട്ടിൽ വന്നിട്ട് വർഷങ്ങളായി എന്നും അവളുടെ അമ്മയ്ക്ക് അവൾ എങ്ങോട്ടും പോകുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നും അവൾ അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വിളിച്ചു പറയുമായിരുന്നു എന്നും പറയുന്നു. പിന്നീട് പോലീസ് വിഘ്നേഷിനെ ചോദ്യം ചെയ്യാനായി ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുപോകുന്നു. കേസിന് ഒരു ഇംപ്രൂവ്മെന്റും ഇല്ലാത്തതിനാൽ ഹയർ ഓഫീസേഴ്സ് SI വിവേകിനെ കേസ് അന്വേഷിക്കാനായി ഏൽപ്പിക്കുന്നു. കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന ഓഫീസറും വിവേകുമായിട്ട് വിഘ്നേഷിനെ കാണാനായി പോകുന്നുണ്ട്. എന്നാൽ വിഘ്നേഷ് പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പിന്നീട് വെലോണിയുടെ അമ്മ റൂബിയെ കാണുന്നു. റൂബിയോട് വെലോണി ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ റൂബി വിവേകിനോട് അവളെ കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും അവളുടെ പുറകെയാണ് നടക്കുന്നത്, അവൾ എല്ലാവരോടും ഫ്രീ ആയിട്ടാണ് ഇടപഴകുന്നത്, അതുകൊണ്ടാണ് ഒരു ഏർലി മാരേജ് പോലും ഞാൻ പ്ലാൻ ചെയ്തത് എന്ന് പറയുന്നു. വിഘ്നേഷിന് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നും അവൻ നല്ല പയ്യനാണ്, അതുകൊണ്ടാണ് താൻ അവനുമായി മകളുടെ കല്യാണം ഉറപ്പിച്ചതെന്നും പറയുന്നു. ലോഡ്ജിൽ ജോലി ചെയ്തിരുന്ന ഓരോരുത്തരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നീട് അലക്സ് എന്നൊരു പയ്യനെ കാണാനായി വിവേക് പോകുന്നുണ്ട്. വിവേകിനെ ടെക്നിക്കലായി ഹെൽപ്പ് ചെയ്യുന്നത് ഈ പയ്യനാണ്. ഫോൺ ട്രേസ് ചെയ്യുന്നത്, ഡീറ്റെയിൽസ് എടുക്കുന്നത്, അങ്ങനെയെല്ലാം. വിവേക് ഒരു നമ്പർ കൊടുത്തിട്ട് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാനായി പറയുന്നു.
പിന്നീട് ബോഡി കിട്ടിയ സ്പോട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ വെലോണി മരിക്കുമ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സിന്റെ കുറച്ച് മെറ്റീരിയൽസ് അവിടെ കടന്നു കിട്ടുന്നു. അതിനടുത്തുള്ള സ്ഥലമാണ് ഒറ്റപ്പാറ. അവിടേക്ക് പോകാമെന്ന് കൂടെയുണ്ടായിരുന്ന പോലീസുകാരനോട് പറഞ്ഞിട്ടും അയാൾ സമ്മതിക്കുന്നില്ല. പിന്നീട് ആ സീൻ കട്ട് ചെയ്ത് ഒറ്റപ്പാറയിലേക്ക് പോകുന്ന വിവേകിനെയും മറ്റു പോലീസുകാരെയുമാണ് കാണിക്കുന്നത്. എന്തോ ഇൻഫോർമേഷൻ കിട്ടിയിട്ടാണ് ഇപ്പോൾ ഒറ്റപ്പാറയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട് കാണുന്നു. അകത്ത് കയറി നോക്കിയപ്പോൾ വെലോണിയുടെ കീറിയ ഡ്രസ്സിന്റെ തുണി അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അവിടെ ഫോറൻസിക് എക്സാമിനേഷൻ ചെയ്തു നോക്കുമ്പോൾ അവിടെ ബ്ലഡ് സ്റ്റെയിൻസ് ആയിരുന്നു. എന്നാൽ അത് എന്ത് ബ്ലഡ് ആണെന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പിന്നീട് ആ വീടിന്റെ അടുത്തുള്ള ഒരു വയസ്സായ സ്ത്രീയെ കാണുന്നു. വെലോണിയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ ഈ കുട്ടി ഇവിടെ വന്നായിരുന്നു എന്നും കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, ഇവിടുന്ന് വെള്ളം വാങ്ങി കുടിച്ചിട്ടാണ് തിരികെ പോയതെന്നും പറയുന്നു. വിവേകിന്റെ കൂടെയുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഈ ഇൻഫോർമേഷൻ മീഡിയാസിന് കൊടുക്കുന്നു. പിന്നീട് എല്ലാവരും വെലോണിയെപ്പറ്റി മോശമായി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. കൊല ചെയ്യപ്പെട്ട ദിവസം കല്യാണം ഉറപ്പിച്ച അവൾ വേറൊരാളുടെ കൂടെ ഒറ്റപ്പാറയിലേക്ക് കറങ്ങാൻ പോയി എന്നൊക്കെ പറഞ്ഞ് മോശമായി സംസാരിക്കാനായി തുടങ്ങുന്നു. പിന്നീട് വിവേക് കൂടെയുണ്ടായിരുന്ന പോലീസുകാരനെ വിളിച്ച് നിങ്ങൾക്ക് ആരാണ് ഒറ്റപ്പാറയിലേക്ക് പോകാനുള്ള ഇൻഫോർമേഷൻ തന്നതെന്ന് ചോദിക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് ഒരു കാടാണ് കാണിക്കുന്നത്. നേരത്തെ കാണിച്ച ആ വയസ്സായ സ്ത്രീയുടെ 3 മക്കൾ കാട്ടിൽ മൃഗത്തെ വേട്ടയാടുന്നു. എന്നാൽ പെട്ടെന്ന് മറ്റൊരിടത്ത് നിന്ന് വെടിയേറ്റ് പന്നി വീഴുന്നു. നോക്കിയപ്പോൾ നേരത്തെ വെലോണിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഡോക്ടറും ഇവരും പരിചയക്കാരെന്ന പോലെ നേരെ കാട്ടുപന്നിയെ എടുത്ത് കൊണ്ടുപോയി പാകം ചെയ്യുന്നു. പിന്നീട് ഗണ്ണിനെയൊക്കെ പറ്റി സംസാരിക്കുന്നുമുണ്ട്. പിറ്റേ ദിവസം SI വിവേക് ആ ഡോക്ടറെ കാണാനായി പോകുന്നുണ്ട്. എനിക്ക് അവിടെ ഒരു റിസോർട്ട് ഉണ്ട്, ഞാൻ വേട്ടയാടാനായി ഇടയ്ക്കൊക്കെ അവിടെ പോകും, അതുകൊണ്ടാണ് ഈ ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നത് എന്നും പറയുന്നു. ഡോക്ടറായിരുന്നു പാറയിലേക്കുള്ള ഇൻഫോർമേഷൻ വിവേകിനും മറ്റു പോലീസുകാർക്കും നൽകിയത്. ആ വയസ്സായ സ്ത്രീയുടെ 3 മക്കളെ പറ്റിയും ഡോക്ടർ പറയുന്നു. 3 പേരുടെയും പേരിൽ ഒരുപാട് കേസുകളുണ്ട്, എന്നാൽ ഒന്നിൽ പോലും ആരും ഇന്നേ വരെ പിടിക്കപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു. നിങ്ങൾ ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തിയ സ്ഥലത്ത് അവരാണ് മിക്കപ്പോഴും ഉണ്ടായിരിക്കുക എന്നും അവർക്ക് എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്നും പറയുന്നു. ഡോക്ടർ പറഞ്ഞ ഇൻഫോർമേഷൻ അനുസരിച്ച് വിവേക് 3 പേരിൽ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു. എന്നാൽ അവൻ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോഴാണ് നേരത്തെ ഒറ്റപ്പാറയിൽ നിന്ന് കിട്ടിയ ബ്ലഡ് സാമ്പിളിന്റെ റിസൾട്ട് വരുന്നത്. അതൊരു മൃഗത്തിന്റെ ബ്ലഡ് ആയിരുന്നു. പിന്നീട് അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കാത്തത് കൊണ്ട് അയാളെ വിട്ടയക്കുന്നു. പിന്നീട് വിഘ്നേഷിനെയാണ് കാണിക്കുന്നത്. വെലോണി മരിച്ചതിനു ശേഷം വിഘ്നേഷ് നല്ല രീതിയിൽ കുടിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നീട് കുടിച്ച് ലക്ക് കെട്ട വിഘ്നേഷ് ബൈക്കും എടുത്തുകൊണ്ടുപോയി വെലോണി മരിച്ച അതേ സ്ഥലത്ത് പോയി കഴുത്തറുത്തു മരിക്കുന്നു. എന്നാൽ വിഘ്നേഷ് മരിച്ചത് വെലോണിയെ കൊന്നതിന്റെ കുറ്റബോധത്തിലാണെന്നും വിഘ്നേഷിനെ വെലോണി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവൾക്ക് മറ്റൊരു കാമുകനുള്ളതറിഞ്ഞ് വിഘ്നേഷാണ് വെലോണിയെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ ന്യൂസ് വരുന്നുണ്ട്. ഇത് കണ്ട ഹയർ ഓഫീസേഴ്സ് വിഘ്നേഷാണ് കൊലപാതകി എന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യിക്കുന്നു. എന്നാൽ കേസ് ഇങ്ങനെ ക്ലോസ് ചെയ്തപ്പോൾ വിവേകിന് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അലക്സും വിവേകിനോട് ഓരോ കേസും ക്ലോസ് ചെയ്യുമ്പോൾ സാറിന് സന്തോഷമാണല്ലോ, ഇപ്പോൾ എന്തുപറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒന്നുമില്ല എന്നാണ് വിവേക് മറുപടി പറയുന്നത്. എന്നാൽ അതിനുശേഷം വിഘ്നേഷിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വിവേകിനെ വിളിക്കുന്നു. വെലോണിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത അതേ ഡോക്ടർ തന്നെ ആയിരുന്നു ഇത്. വിവേകിനോട് നിങ്ങൾ വിഘ്നേഷിന്റെ കയ്യിലെ വിരലിലെ നീലമഷി കണ്ടില്ലേ എന്നും വിഘ്നേഷിന്റെ ശരീരത്തിൽ ഇനി 20% ആൽക്കഹോൾ ചെന്നാൽ തന്നെ അയാൾ തനിയെ മരിച്ചേനെ എന്നും പറയുന്നു. അപ്പോഴാണ് വിവേക് അലക്സിനോട് വിഘ്നേഷ് എഴുതി സൂയിസൈഡ് നോട്ടിനെ പറ്റി പറയുന്നത്. ക്രൈം സ്പോട്ടിൽ നിന്ന് സൂയിസൈഡ് നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് SP അപ്പോൾ തന്നെ കത്തിച്ചു കളഞ്ഞിരുന്നു. അതിൽ വിഘ്നേഷ് എഴുതിയിരുന്നത് ഇത് സൂയിസൈഡ് മാത്രമാണെന്നും വെലോണി ഇല്ലാതെ എനിക്കിനി ജീവിക്കണ്ട എന്നും വെലോണിക്ക് നീതി വാങ്ങിക്കൊടുക്കണം എന്നുമായിരുന്നു. പിന്നീട് അലക്സും വിവേകും കൂടി പേഴ്സണലായിട്ട് ഈ കേസ് അന്വേഷിക്കാനായി തുടങ്ങുന്നു. ആദ്യമായിട്ട് റൂബിയുടെ ലോഡ്ജിലെ റിസപ്ഷനിലെ ജോൺസ് എന്ന ചെറുപ്പക്കാരനോടാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവൾ ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റോളം ഫോണിൽ സംസാരിക്കുമായിരുന്നു എന്ന്. പിന്നീട് അവളുടെ അമ്മയോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ കെ സെബാസ്റ്റ്യൻ എന്ന് അവൾ ഒരു തവണ പറഞ്ഞിരുന്നു എന്ന് അവളുടെ അമ്മ റൂബി പറയുന്നു. കെ സെബാസ്റ്റ്യൻ ഒരു നോവലിസ്റ്റ് ആയിരുന്നു. പിന്നീട് അയാളെ കണ്ടുപിടിച്ച് അയാളോട് സംസാരിക്കുമ്പോൾ അച്ഛൻ മകൾ ബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഒരു തവണ ആ ലോഡ്ജിൽ താമസിക്കാൻ ചെന്നതിന് ശേഷം അവളുമായി ഒരുപാട് കമ്പനിയായിരുന്നു എന്നും അവൾ ഒരുപാട് തുറന്ന് സംസാരിച്ചിരുന്നു എന്നും പറഞ്ഞിരുന്നു.
വിവേകും അലക്സും ഒറ്റപ്പാറയിലേക്ക് പോയി ആ വയസ്സായ സ്ത്രീയെയും 3 മക്കളെയും കാണുന്നു. എന്നാൽ അവർ ഒന്നും തന്നെ വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. ആ സ്ത്രീ എന്തോ പറയാനായി വന്നപ്പോൾ പോലും അവർ 3 പേരും അതിനെ സമ്മതിക്കുന്നുമില്ല. പിന്നീട് അവർ 3 പേരും തമ്മിൽ വഴക്കാവുകയും അതിനിടയിൽ പിടിച്ചു മാറ്റാൻ ചെന്ന ആ സ്ത്രീയെ പിടിച്ചു തള്ളുകയും അവർക്ക് തലയ്ക്ക് അടിയേൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ സ്വയം ഹാലുസിനേറ്റ് ചെയ്യാനായി തുടങ്ങുന്നു. ജനലിലൂടെ നോക്കുമ്പോൾ വെലോനി നിൽക്കുന്നതായും കട്ടിലിൽ ഇരിക്കുന്നതായും ഒക്കെ അവർക്ക് തോന്നുന്നു. പിന്നീട് ആ 3 പേരും കാട്ടിലേക്ക് വേട്ടയാടാനായി പോയ സമയം വിവേകും അലക്സും അവിടേക്ക് എത്തുന്നു. ആ സ്ത്രീ വിവേകിനോടും അലക്സിനോടും എല്ലാം തുറന്നു പറയുകയും ചെയ്യുന്നു. ഇവന്മാരും 3 പേരുടെ അച്ഛനും ഒരു പെണ്ണുപിടിയനായിരുന്നു എന്നും ഇവന്മാരും അതുപോലെ തന്നെയായിരുന്നു, പെൺകുട്ടികളെ വെച്ച് മോശം കാര്യങ്ങളെല്ലാം ചെയ്ത് സമ്പാദിക്കുകയാണെന്നും ഒരുത്തൻ വരും, അവൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളാണെന്നും അവനും ഇവന്മാരും ചേർന്ന് ആ പെൺകുട്ടിയെ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവർ മരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ സ്ത്രീ പറഞ്ഞ ഇൻഫോർമേഷൻ അനുസരിച്ച് അവന്മാരെ പിടിക്കാനായി കാട്ടിലേക്ക് പോകുന്നുണ്ട്. ഫോറസ്റ്റ് ഓഫീസേഴ്സും വിവേകിന്റെ കൂടെ പോയിരുന്നു. ഒരു അടിപിടിക്കൊടുവിൽ അവന്മാരെ പിടികൂടുകയും ചെയ്യും. എന്നാൽ ആ അടിപിടിക്കിടയിൽ അലക്സിന് വെടിവെപ്പ് വെക്കുന്നുണ്ട്. പിന്നീട് അലക്സ് മരണപ്പെടുകയും ചെയ്യുന്നു. അലക്സിന്റെ മരണം വിവേകിന് ഒരുപാട് ഷോക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അലക്സിന്റെ മരണം വെറുതെ ആയി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അന്വേഷണം പിന്നെയും തുടരുന്നു. ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ ഹെൽപ്പോടെ പിന്നീട് ആ സ്ത്രീ പറഞ്ഞ നാലാമതൊരാളെ പറ്റി അന്വേഷിക്കുന്നു. എന്നാൽ അവന്മാർക്ക് അവനെ പറ്റിയും വലുതായി ഒന്നും തന്നെ അറിയില്ലായിരുന്നു. വലൻ എന്നാണ് പേര്. അവനൊരു കാറുണ്ട്, ആ കാർ നമ്പർ മാത്രമാണ് അറിയാവുന്നത് എന്ന് പറയുന്നു. പിന്നീട് ആ കാർ നമ്പർ അന്വേഷിച്ച് ഒരു ജയിലിലേക്കാണ് ചെന്നെത്തുന്നത്. ആ കാറിന്റെ ഉടമസ്ഥൻ ജയിലിലായിരുന്നു. അയാളോട് സംസാരിക്കുമ്പോൾ വലനെ പറ്റി അറിയാൻ കഴിയുന്നു. അവനൊരു ദുഷ്ടനാണെന്നും ആരെ വേണമെങ്കിലും അവൻ ഈസിയായി കൊല്ലുമെന്നും അതുകൊണ്ട് തന്നെ അവനോട് കാറ് ചോദിക്കാൻ ഭയമാണെന്നും പറയുന്നു. പിന്നീട് അയാളിലൂടെ വലൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ വലന്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വലൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും വീട്ടിലേക്ക് വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിട്ട് കുറെ കാലമായെന്നും പറയുന്നു. അവനൊരു അനുജനുണ്ട്, ദുരെ എന്നാണ് അവന്റെ പേരെന്നും പറയുന്നു. വലന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് വിവേകിന് സംശയം തോന്നുന്നുണ്ട്. 3 പേരിൽ ഒരുത്തനെ പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ ആ പെൺകുട്ടി മരിച്ച ദിവസം വലൻ അവിടേക്ക് വന്നിരുന്നു എന്നും അവനെ പാമ്പ് കുത്തിയിട്ടാണ് അങ്ങോട്ട് വന്നതെന്നും ഞങ്ങൾ അവനെ ഒന്നും ചെയ്തില്ല, അവൻ ഞങ്ങളോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ റിക്വസ്റ്റ് ചെയ്തു എന്നും, എന്നാൽ ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല, അവൻ വന്ന ഒരുപാട് പ്രശ്നങ്ങളായതുകൊണ്ട് മരിച്ചു പോട്ടെ എന്ന് തന്നെ കരുതിയിരുന്നു. മരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെ കുഴിച്ചിട്ടിരുന്നു. പിന്നീട് ആ കുഴി തോണ്ടി വലന്റെ ബോഡി കൺഫേം ചെയ്യുകയും ചെയ്യുന്നു. വലൻ മരിച്ചതോടെ ഇനി എന്ത് ചെയ്യും എന്നതായിരുന്നു വിവേകിന്റെ മുന്നിലത്തെ ചോദ്യം. പെട്ടെന്നാണ് ചർച്ചിന്റെ പേപ്പർ വിവേകിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ഉടനെ തന്നെ വെലോണിയുടെ ചർച്ചിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ വെലോണിയും റൂബിയും വെലോണി മിസ്സായ ദിവസം അവിടെ ചെന്നിട്ടില്ല എന്ന് അറിയാൻ കഴിയുന്നു. എന്നാൽ റൂബി പോലീസിനോട് ചർച്ചിലേക്ക് പോയിരുന്നു എന്നും പ്രെയർ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം വെലോണി ആന്റിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചാണ് ആന്റിയുടെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയതെന്നാണ് റൂബി പോലീസിനോട് പറഞ്ഞിരുന്നത്. പിന്നീട് കെ സെബാസ്റ്റ്യൻ എന്ന നോവലിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ വെലോണി വീട്ടിൽ നിന്ന് ആന്റിയുടെ വീട്ടിലേക്ക് പോകാനിറങ്ങിയ സമയത്ത് അദ്ദേഹം ലാൻഡ് ലൈനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും കോളെടുത്ത വെലോണി തന്റെ അമ്മ ആന്റിയുടെ വീട്ടിലേക്ക് പോയിക്കോളാൻ ഇങ്ങോട്ട് പറഞ്ഞു എന്നും അവൾ വളരെയധികം സന്തോഷത്തോടെ കെ സെബാസ്റ്റ്യനോട് പറയുന്നു. ഈ ഇൻഫോർമേഷൻ വിവേകിനോട് ആ നോവലിസ്റ്റ് പറയുന്നുണ്ട്. എന്നാൽ റൂബി അന്നത്തെ ദിവസം പോലീസിനോട് പറഞ്ഞത് ചർച്ചിൽ നിന്ന് വന്ന ഉടനെ ആന്റിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചിട്ടാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് എന്നാണ്. ചർച്ചിൽ പോകാതെ പിന്നെ എന്തിനാണ് റൂബി കള്ളം പറഞ്ഞത് എന്ന് വിവേക് ചിന്തിക്കുന്നുണ്ട്. പിന്നെ റൂബിയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആ സമയം വിവേക് റൂബിയുടെ റൂം പരിശോധിക്കുമ്പോൾ വെലോണി എഴുതിയ ലെറ്റർ കിട്ടുന്നുണ്ട്. അതിൽ അവളുടെ അമ്മയോടുള്ള ദേഷ്യമായിരുന്നു മുഴുവനും ഉണ്ടായിരുന്നത്. എന്നാൽ റൂബി അവിടെ വെച്ച് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നു. പിന്നെയും കേസ് സ്റ്റക്ക് ആകുന്നുണ്ട്. സൂയിസൈഡിന്റെ എഫ്ഐആർ ഷീറ്റ് സൈൻ ചെയ്തത് ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് ആയ ജോൺസ് ആയിരുന്നു. പിന്നീട് റൂബിയെ ജോൺസ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജോൺസ് റൂബിയുടെ കയ്യിൽ പിടിച്ച് റൂബിയെ സമാധാനിപ്പിക്കുന്നതാണ്. എഫ്ഐആർ ഷീറ്റ് വിവേക് കാണുമ്പോൾ പെട്ടെന്ന് വിവേകിന് എന്തോ സ്ട്രൈക്ക് ആകുന്നുണ്ട്. റൂബിയുടെ വീട്ടിലേക്കെത്തി ജോൺസിനെ പിടികൂടുന്നു. ജോൺസ് രുദ്രൻ എന്നായിരുന്നു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിവേക് അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് കാണിക്കുന്നത് വലൻ ജോൺസിന്റെ ചേട്ടനാണ്. വലന്റെ അച്ഛൻ പറഞ്ഞ രുദ്രൻ ഈ ജോൺസ് രുദ്രനായിരുന്നു. ജോൺസും റൂബിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ ഈ വെലോണി കാരണമാണ് കല്യാണം നടക്കാത്തത് എന്നൊക്കെ വലനോട് ജോൺസ് പരാതിയായി പറയുന്നുണ്ട്. വെലോണിയെ ഇല്ലാതാക്കാം എന്ന് വലൻ ജോൺസിനോട് പറയുന്നു. ആന്റിയുടെ വീട്ടിലേക്ക് പോകാനിറങ്ങിയ വെലോണിയെ വലൻ തട്ടിക്കൊണ്ടു പോവുകയും കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ വെച്ച് വലനെ പാമ്പ് കടിക്കുന്നു. അവിടുന്ന് നേരെ മറ്റേ മൂന്നോമാരുടെ അടുത്തേക്കാണ് ചെന്നതെങ്കിലും ഇവൻ കാരണം അവന്മാർക്കും പ്രശ്നമായതിനാൽ ഇവർ അവനെ
അവനെ രക്ഷിക്കുന്നുമില്ല. പാമ്പ് കടിയേറ്റപ്പോൾ വിഷം കയറാതിരിക്കാനാണ് വലൻ ബെലോണിയുടെ ഡ്രസ്സിന്റെ കുറച്ചു ഭാഗം കീറി കാലിൽ കെട്ടി ഒറ്റപ്പാറയിലേക്ക് വരുന്നത്. പിന്നീട് ജോൺസിനെ അറസ്റ്റ് ചെയ്യുന്നു.